ഹായ്, എങ്ങനെയാണ് കേരള സിലബസ് ടെക്സ്റ്റ് ബുക്കുകൾ ഓൺലൈനിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം നിങ്ങളുടെ ഫോണിലെ കമ്പ്യൂട്ടർ, ഞാനിവിടെ കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത്, കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്യുക, സമഗ്ര എന്ന് ടൈപ്പ് ചെയ്യുക. സമഗ്ര എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഇങ്ങനെ ഒരു പേജ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതിൽ samagra.guide.kerala.gov.in എന്ന് പറയുന്ന ഈ സമഗ്ര സെക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ ഇൻ്റർഫേസ് കാണാം, സമഗ്ര എന്ന പേര്. അതിൽ താഴോട്ട് വന്നാൽ വ്യത്യസ്ത തരം ഓപ്ഷനുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ഇൻ്റർഫേസിലേക്കാണ് നിങ്ങൾ വരുന്നത്, ടെക്സ്റ്റ് ബുക്ക് എന്ന ടൈറ്റിലോട് കൂടിയിട്ട്. അതിൽ 3 തരം ഓപ്ഷൻ കാണാം: സെലക്ട് മീഡിയം, സെലക്ട് ക്ലാസ്, സെലക്ട് സബ്ജക്റ്റ് എന്നിങ്ങനെ. അതിൽ നിങ്ങൾക്ക് ഏത് മീഡിയമാണ്, നിങ്ങളുടെ കുട്ടി ഏത് മീഡിയമാണ് പഠിക്കുന്നത് എന്നനുസരിച്ച് സെലക്ട് ചെയ്യാം. ഇപ്പോൾ മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം, ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ആദ്യം തന്നെ മലയാളം മീഡിയം എൻ്റെ പുസ്തകമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. ഇതിൽ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഞാനിപ്പോൾ ഒരു 7ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് നോക്കുന്നത്. അതുപോലെ തന്നെ സെലക്ട് സബ്ജക്റ്റ് എന്ന് പോയാൽ നിങ്ങൾക്ക് വ്യത്യസ്ത തരം സബ്ജക്റ്റുകൾ കാണാൻ പറ്റും. ഇവിടെ ഞാൻ ആദ്യമായി പോകുന്നത് ബേസിക് സയൻസ് ആണ്. ബേസിക് സയൻസ് പറഞ്ഞാൽ അടിസ്ഥാന ശാസ്ത്രമാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 2 ഭാഗങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് കാണാം. ഇത് നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് ബുക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ കാണുന്ന ഈ ഗ്രീൻ ഐക്കണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ ഭാഗം 2 ടെക്സ്റ്റ് ബുക്കാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്താൽ അത് അടുത്ത പേജിൽ ഒരു പുതിയ ഇൻ്റർഫേസിൽ ഈ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് താഴോട്ട് നോക്കിയാൽ ആ ടെക്സ്റ്റ് ബുക്കുകൾ മുഴുവനായിട്ടും കാണാൻ പറ്റും. എങ്ങനെയാണോ നമ്മുടെ മുന്നിലൊരു പേപ്പർ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു ഹാർഡ് കോപ്പി വരുന്നത്, അതിൻ്റെ കൃത്യമായ സോഫ്റ്റ് കോപ്പി നമുക്ക് ഒരു PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. വളരെ വ്യക്തതയോട് കൂടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഇതേ 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ട ക്ലാസ് സെലക്ട് ചെയ്യുക. നേരത്തെ മലയാളം ബേസിക് സയൻസ്, അതായത് അടിസ്ഥാന ശാസ്ത്രം എടുത്തു, അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് ബേസിക് സയൻസ് നമ്മൾ എടുക്കുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ 2 പാർട്ട് ടെക്സ്റ്റ് ബുക്കുകളാണ് ഇവിടെയുള്ളത്. ഇതിൽ ഞാൻ പാർട്ട് 1 എന്ത് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ആ ടെക്സ്റ്റ് ബുക്ക് അവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഓപ്പൺ ആയിട്ട് വന്നാൽ ആ ടെക്സ്റ്റ് ബുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ മുഴുവനായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രോൾ ചെയ്ത് ഓരോ പേജും എടുത്ത് നോക്കാം. വേണമെങ്കിൽ ഈ ഓരോ പേജും നിങ്ങൾക്കായി ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഈ പുസ്തകം സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ അതുപോലെ തന്നെ ഇപ്പോഴെടുത്ത പുസ്തകം സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഡൗൺലോഡ് അതുപോലെ തന്നെ പ്രിൻ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഓപ്ഷൻ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് കാണാം ഫയൽ നെയിം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ പേരിൽ തന്നെ ബേസിക് സയൻസ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബേസിക് സയൻസ് ഇംഗ്ലീഷ് 7th സ്റ്റാൻഡേർഡിന് കൂടി ആഡ് ചെയ്ത് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം PDF ഫോർമാറ്റിലാക്കിയിട്ട്. എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ഫയലിൽ സേവ് ആയിട്ടുണ്ടാകും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ക്ലാസ്സിൻ്റെയും PDF ഫോർമാറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്.